ചോദിക്കാൻ കാരണം ഇപ്പോഴും ചില ആശയങ്ങൾ അതെ എന്നൊക്കെ പറഞ്ഞ് പാടുന്ന ചില പാട്ടുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നതായി കാണുന്നതാണ്. അടുത്ത തെറ്റാണത്. ഒന്നുകൂടി പേരോട് ഉസ്താദങ്ങളൊന്ന് കൃത്യമായി പറയണം, എന്താണ് ആ വിളിയിലുള്ള തെറ്റ് എന്ന്. ഞാൻ ഇന്നലെ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ഒരു ക്ലിപ്പ് അപ്പുറവും ഇപ്പുറവും ഒക്കെ കട്ട് മുറിച്ച് മാറ്റിയിട്ട് ഒരു പുത്തൻവാദിയായ സെലഫി ഇന്ന് എന്നെ ചോദ്യം ചെയ്യുന്ന ഇപ്പോൾ വരുമ്പോൾ ഞാൻ കാറിൽ നിന്ന് കേട്ടു. അവൻ എൻ്റെ അപ്പുറവും കാട്ടിയിട്ടുണ്ട്, ഇപ്പുറവും കാട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്നും എല്ലാം മൂടി വെച്ചുകൊണ്ട് ഉള്ള ക്ലിപ്പ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലും തവസ്സുലി ഇസ്തിഗാസ എന്ന നിലയ്ക്ക് യാ ഹുസൈൻ എന്ന് സാധാരണ ദിവസത്തിൽ വിളിക്കുകയാണെങ്കിൽ അതിന് യാതൊരു കുഴപ്പവും ഇല്ല. അതേസമയം ആശുറായിനോടനുബന്ധിച്ച് യാ ഹുസൈൻ എന്ന് പറഞ്ഞ് പാട്ടുപാടി അങ്ങനെ ദുഃഖപ്രകടനം നടത്തുന്ന ഷിയാക്കളുടെ റാഫിളത്തിൻ്റെ പരിപാടി കടുകടുത്ത തെറ്റാണെന്നും അങ്ങനെ ചെയ്യുന്നവർ സാക്ഷിക്ക് പോലും പറ്റില്ലെന്നും ഇമാമിയങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളെ ആശയത്തിൽ വഞ്ചിക്കാൻ വേണ്ടി ഖുർആനിലെ ആയത്തുകൾ മൂടിവെച്ചുകൊണ്ട് സംസാരിക്കുന്ന പുത്തൻവാദികളും തൗറാത്തിലെ വാചകങ്ങൾ കൈവച്ച് മൂടിവെച്ചുകൊണ്ട് സംസാരിച്ച യഹൂദികളും അവരെല്ലാം യഥാർത്ഥത്തിൽ ഒരേ വഴിയിലാണ്. പരിശുദ്ധ ഖുർആനിലെ സർവ്വ ആയത്തുകളും മനസ്സിലാക്കിയാണ് ഇമാമിയങ്ങൾ തെളിവുകൾ നിയമങ്ങൾ പഠിപ്പിച്ചു തന്നത്. അതേസമയത്ത് ഖുർആനിലെ ആയത്തുകൾ സന്ദർഭോചിതമായി ഓരോന്നും ഗ്രഹിക്കുന്നതിന് പകരം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇമാമിയങ്ങളെ തള്ളിപ്പറയുന്ന കക്ഷികൾ ഇവിടെ അവരാശയം വളർത്തിയെടുക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ പണ്ഡിതന്മാരുടെ വാക്കുകൾ അപ്പുറവും ഇപ്പുറവും മുറിച്ചു മാറ്റി മധ്യത്തിൽ നിന്ന് എടുത്ത് അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് അത്തരക്കാർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും പെട്ടുപോകാതെ നമുക്ക് പടച്ചവൻ്റെ അടുക്കലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കണം എന്ന നിലക്ക് സത്യം എവിടെയും തുറന്ന് പറയണം, ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ നല്ല ആശയങ്ങൾ ജനങ്ങളിലേക്ക് കൈമാറണം എന്ന നിലക്ക് നല്ല പ്രസംഗകരായി നമ്മുടെ വിദ്യാർത്ഥികൾ വളരണം. അതുപോലെ നല്ല ആശയങ്ങളുള്ള ഗാനങ്ങൾ പാടണം. എന്തെങ്കിലും കിട്ടുന്നതൊക്കെ പാടുന്നവരാകാൻ പാടില്ല. അതേപോലെ ഏതൊരു കാര്യത്തിനും സന്ദർഭം നോക്കണം. അതിൻ്റെ സാധാരണ നിലക്ക് യാ ഹുസൈൻ എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ആശുറായിനെ വിളിച്ചാൽ എന്താ കുഴപ്പം എന്ന് ആ മൗലവി ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിഡിത്തം നോക്ക് നിങ്ങൾ. സുബഹി നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ്, അസറിൻ്റെ ശേഷം സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ്. അതിൻ്റെ അള്ളാഹ്ക്ക് നിസ്കരിക്കില്ല, അല്ലാഹു അക്ബർ എന്ന് വൈകുന്നേരം പറഞ്ഞാൽ എന്താ കുഴപ്പം? അതേപോലെ തന്നെ മറ്റുള്ള സമയത്തൊക്കെ അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്ന ഒരാൾ അദ്ദേഹം സുബഹിൻ്റെ ശേഷം സുജൂദ് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഓരോന്നിനും സന്ദർഭങ്ങളുണ്ട്. ദുഃഖപ്രകടനം എന്ന ഒരു പരിപാടി ഇസ്ലാമിൽ ഇല്ല, പാടില്ല. അതുകൊണ്ടാണ് ഇമാം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു സവായിഖുൽ മഹരിഖയിലും അതുപോലെ മറ്റ് പണ്ഡിതന്മാർ ബിഗിയയിലും അതുപോലെ തുടങ്ങിയിട്ട് പല സ്ഥലങ്ങളിലും ഇമാമിയങ്ങൾ ആശുറായിനോടനുബന്ധിച്ച് ദുഃഖം പ്രകടിപ്പിക്കുന്ന ശൈലിയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു വിളിക്കാൻ പാടില്ല എന്ന് രേഖപ്പെടുത്തിയത്. അത് എന്തുകൊണ്ട്? അത് റാഫിളുകൾ ഷിയാക്കൾക്ക് വളം വെച്ചു കൊടുക്കലും അവരെ ആശയത്തെ പ്രചരിപ്പിക്കലും, അതുകൊണ്ട് തന്നെ അത് മഹാപാപവുമാണ്, കബീറത്താണ് എന്ന്, അഥവാ വൻകുറ്റമാണ് എന്ന് ഇമാമിയങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ വേറെയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ യൂട്യൂബിൽ അത് കിട്ടും, നിങ്ങൾക്കത് കേൾക്കാം. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ പിഴപ്പിച്ചതുകൊണ്ട് ഇബ്ലീസിനെ പിന്തുണക്കാൻ കഴിയുമെന്നും ശൈത്താനിനെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നുമല്ലാതെ ദീനിന് അവർ ചെയ്യുന്ന നാശം അത് വളരെ വലുതാണ്. ആ നാശങ്ങളിലൊന്നും പെടാതെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുമായി വളരെ ധൈര്യപൂർവ്വം നെഞ്ഞുകൂടെ മുന്നോട്ട് നീങ്ങണം എന്ന് എല്ലാവരോടും ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.